തിയാട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അതൊന്ന് കളമ്പാട്ടും അതുപോലെ കളവെഴുത്തും ഒക്കെ ആണല്ലോ. ഏകദേശം ഒരു 13 ഘട്ടങ്ങളായിട്ടാണ് ഈ 13 ഘട്ടങ്ങളായിട്ടാണ് ഇത് പോകുന്നത് അല്ലേ? അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കളവെഴുത്തും കളമ്പാട്ടും. ഈ കളമ്പാട്ടിനെ കുറിച്ചും കളവെഴുത്തിനെ കുറിച്ചും ഒന്ന് ചെറുതായിട്ടൊന്ന് വിവരിക്കാവോ? തിയാട്ടിന് നമ്മൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 6-7 സ്റ്റെപ്പുകളായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ തിയാട്ടിന് മുമ്പായിട്ട് സാധനങ്ങളൊക്കെ നമ്മൾ പൊടികൾ പഞ്ചവർണ്ണ പൊടികൾ കൊണ്ടാണ് ഭദ്രകളുടെ കളം വരയ്ക്കുന്ന പഞ്ചവർണ്ണ പൊടികൾ. ഈ പഞ്ചവർണ്ണ പൊടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് ചുവന്ന പൊടി. ചുവന്ന പൊടിക്ക് ഇതാണ് മഞ്ഞളും ചുണ്ണാമ്പും കൂടി മിക്സ് ചെയ്ത് നമ്മൾ മുറത്തിലൊക്കെ ഇട്ട് ഭംഗിയായിട്ട് നമ്മൾ തിരുമ്മി അത് നല്ല റെക്ട കളറാവും. അങ്ങനെ കിട്ടുമല്ലോ മഞ്ഞളത്തിൽ കിട്ടുന്നത്. അങ്ങനെയാണ് ചുവന്ന പൊടി ഉണ്ടാക്കുന്നത്. ഉമിക്കരി കരിച്ചുണ്ടാക്കുന്നതാണ് കറുത്ത പൊടി. പിന്നെ പച്ചപ്പൊടി പച്ചയ്ക്ക് പൊടിച്ചുണ്ടാക്കുന്നതാണ് വാഗപ്പൊടി. ഇത് വാഗ കിട്ടാനില്ലെങ്കിൽ മഞ്ചാടിയുടെ അത് വെയിലത്ത് ഉണക്കി പൊടിക്കണം. അതാണ് വ്യത്യാസമുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പൊടികളൊക്കെ ഇപ്പൊ ഇന്ന് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, നല്ല നല്ല സാധനങ്ങൾ കിട്ടും. അങ്ങനെയാണ്. പണ്ടതൊക്കെ എല്ലാവരും ഈ ഒരലിൽ ഇടിച്ച് കുടിച്ചുണ്ടാക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നെ വെളുത്തെന്ന് പറയുന്ന അരിപ്പൊടി, മഞ്ഞപ്പൊടി, മഞ്ഞൾ പൊടിക്കുന്ന മഞ്ഞപ്പൊടി, അങ്ങനെ 5 ഐറ്റങ്ങളാണ് മൊത്തം വന്നിട്ടുള്ളത്. എല്ലാ ഭക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദേവി ചൈതന്യം വർദ്ധിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതിനുശേഷം ഈ കളത്തില് നമ്മൾ തിയാട്ടുപാട്ട്, അതായത് തിയാട്ടുപാട്ട് ഉദ്ദേശിക്കുന്നത് ദേവി സ്തുതികളാണ്. ദേവി സ്തുതികൾ എത്രയും വർദ്ധിച്ച് വീണ്ടും കളത്തിൽ നമുക്ക് ദേവി ചൈതന്യം വർദ്ധിപ്പിക്കാനും മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഭക്തജനങ്ങൾ കാണാനും കേൾക്കാനൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ ദേവി ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് 10-12 പാട്ടുകൾ പാടുന്നു. അത് താളമേളങ്ങളോടുകൂടിയാണ് പാട്ട് പാടും. അതിനുശേഷം അപ്പോൾ കളത്തിൽ തിരിവെച്ചിൽ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കളത്തിലുള്ള ചൈതന്യം വന്നിരിക്കുകയാണ്. വിളക്ക് വെച്ച് എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തിയാട്ടിന് വേഷം കെട്ടാനുള്ള പരിപാടി നോക്കുന്നു. അപ്പോഴും പാട്ട് നടന്നുകൊണ്ടിരിക്കും. കളത്തിലുള്ള ദേവി ചൈതന്യത്തെ മുഴുവൻ തീയാട്ടുണ്ട്. അപ്പോൾ കൊട്ട ആരംഭിക്കുക. അവിടെ കൊട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കളത്തിലുള്ള ദേവി ചൈതന്യത്തെ മുഴുവൻ ഈ തീയാട്ട് വേഷക്കാരിലേക്ക് ആവാഹിച്ച് നമ്മൾ സ്വീകരിക്കുന്നു. അപ്പോൾ ദേവി ചൈതന്യം നമ്മളിലേക്ക് വന്നു എന്നുള്ള സങ്കല്പം. അതിനുശേഷം ഈ കളം മായ്ക്കുക എന്നുള്ള ചടങ്ങാണുള്ളത്. അപ്പോൾ കളം മായ്ച്ചതിന് ശേഷം മായ്ക്കുന്നവരെ ചൈതന്യം ആ കളത്തിലുണ്ടാകും. ആ കളം മായ്ച്ചു കഴിയുമ്പോൾ അവിടെയുള്ള ചൈതന്യം മുഴുവൻ വേഷക്കാരിലേക്ക് വരുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ദേവി ചൈതന്യത്തോടുകൂടി, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേവി ചൈതന്യത്തോടുകൂടിയുള്ള ഭക്തികളായിട്ടാണ് സങ്കല്പിച്ചാണ് നടക്കുന്നത്. വീണ്ടും കല നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വേഷം അമ്പലത്തിനാണെങ്കിൽ അമ്പലത്തിന് പ്രദർശനം വെച്ച് അവിടെ ചെന്ന് വേഷം ആടുന്നു.
ആടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഈ കൊളുത്തി വെച്ചിരിക്കുന്ന നിലവിളക്ക് ഏറ്റവും വലിയ വിളക്കായിരിക്കും. അത് മഹാദേവനെ സങ്കല്പിച്ചാണ് ചെയ്യുന്നത്. ഒരു വേഷമുള്ളൂ നമുക്ക്. അപ്പോൾ മഹാദേവനായിട്ടാണ് വിളക്കിനെ സങ്കല്പിക്കുന്നത്. ആ വിളക്കിന് നേരെ ഓപ്പോസിറ്റ് ഇരുന്നാണ് ഈ ആദ്യത്തെ പരിപാടി തീയാട്ടം നടക്കുന്നത്. അതായത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് വിളക്കിന് പുറംതിരിഞ്ഞിരുന്ന് ചെയ്യുന്നത് എന്താണെന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതിന് കാരണം ഭദ്രകാളി വന്ന് അത്രമാത്രം ചൈതന്യം വന്ന് ദാരികനെ കൊന്ന് ദാരിക ശിരസ്സുമായിട്ടാണ് വരുന്നത്. അത്രമാത്രം കോപാകുലിയായ ഭദ്രകാളി വരുന്ന സമയത്ത് ഓരോ ശിവന്റെ ഈ ദാരികന്റെ വേഷത്തിൽ കാണുമ്പം ശിവനെ ചവിട്ടി നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള അങ്ങനെ അത്രമാത്രം ഗൗരവമാണ്. അപ്പോൾ ആ ചവിട്ടി നിൽക്കുന്ന സങ്കല്പമാണ്. അത് അത്രമാത്രം ഗൗരവമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ചവിട്ടുന്നില്ല, ചവിട്ടി നിൽക്കുന്നതായിട്ടുള്ള പടങ്ങളിലൊക്കെ കാണിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആ ദേവി അത് അവിടെ വന്നിരുന്ന് നേരിട്ട് അച്ഛനെ ദർശിക്കാൻ ദേവിക്ക് തന്നെ മടിയുണ്ടായിരുന്നു. അത്രമാത്രം കോപം ദേവിക്ക് തന്നെ അറിയാം. അതിനുശേഷം ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഭക്തജനങ്ങളിൽ ആയിട്ട് ദേവി സ്തുതികൾ പാടി, സ്തോത്രങ്ങളും സ്തുതികളും ഒക്കെ പാടി 4-5 സ്തോത്രമൊക്കെ ചൊല്ലി. അപ്പോൾ ദേവിയുടെ ശക്തി ഈ ഗൗരവം വളരെ കുറച്ചതിന് ശേഷം മുടിയൊക്കെ അയച്ചിട്ട് ശരിക്കൊക്കെ വേഷമൊക്കെ കിട്ടി ഫ്രണ്ടിലേക്ക് വന്ന് ശിവനെ തൊഴുത് വന്നിട്ട് നമസ്കരിക്കുന്നു, തൊഴുന്നു. അതിനു ശേഷമാണ് അച്ഛനോട് പറയുന്നത് ഞാൻ യുദ്ധത്തിന് പോയ കാര്യങ്ങളും അവിടെ ചെന്ന് ദിവസം നടന്ന സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളും മുഴുവനും കൈമുദ്രകളാലും ആട്ടം, പാട്ട്, നൃത്തം എല്ലാ രീതികളിലും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പല രീതികളിലാണ്. അതാണ് തിയേറ്റർ കലാകാരൻ്റെ ഇതനുസരിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് നൃത്തമായിട്ടുണ്ടാവും, പാട്ടായിട്ടുണ്ടാവും, ഇങ്ങനെ പല രീതിയിലും അഭിനയിച്ച് അച്ഛനെ കാണിച്ചു കൊടുക്കുന്നു. കാണിച്ചു കൊടുത്ത് അവസാനം അപ്പോൾ ദാരികനെ കൊല്ലുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് കണ്ടിട്ട് ദാരികൻ്റെ പേശമെന്നൊരു ചടങ്ങുണ്ട് അവസാനമായിട്ട്. അപ്പോൾ അത് ഭയങ്കര ഗൗരവത്തോടു കൂടിയൊക്കെ തന്നെയാണ്. അപ്പോൾ ദാരികൻ്റെ ശിരസ് ഓടിച്ചിട്ട് ഓടിക്കുന്നതും ഇതൊക്കെ കാണിക്കുന്നതാണ്, അഭിനയിച്ച് കാണിക്കുകയാണ്. അപ്പോൾ ദാരികനെ വാൾ കൊണ്ട് വെട്ടുന്നതും മുറിച്ചു കൊടുത്ത് കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ശിവന്റെ വിളക്കിന്റെ മുമ്പിൽ കൊണ്ടുവച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് അച്ഛനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു തിയേറ്ററിന്റെ കഥ അവസാനിപ്പിക്കുന്നു.
അതിനുശേഷം ശിവനെ അനുഗ്രഹിക്കുകയാണ്. നീ മോളെ അനുഗ്രഹിക്കുന്നു. ഇനിയിപ്പം അവൾക്ക് ഭയങ്കര വിഷമമായി, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഭൂലോകത്തിൽ വന്നു, ഒരു സ്ത്രീയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ അച്ഛനോട് ചോദിക്കുന്നു. അച്ഛനത് പറയുന്നു, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നീ നിന്റെ കോപമൊക്കെ അടക്കി നീ വളരെ ശാന്തമായിട്ടുണ്ട്, നീ എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഭൂമി തന്നെ വസിക്കുക എന്ന അനുഗ്രഹം കൊടുത്തു. അതിനുശേഷം തീയാട്ട് അത് തേങ്ങ ഉടച്ച് പന്തം കൊളുത്തി ഒഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ വളരെ സന്തോഷവതിയായിട്ട് ഭദ്രകാളി അമ്പലത്തിന് പ്രദർശനം വെച്ച് ഈ പന്തമായിട്ട് വന്ന്, പിന്നെ അതുപോലെ തന്നെ ഈ ശമനത്തിനും അല്ലെങ്കിൽ ബാധ ഒക്കെ ഒഴിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ തെള്ളി ഒഴിയുക എന്നുള്ളത്, തെള്ളി ഒഴിഞ്ഞു കഴിഞ്ഞാൽ ബാധകളൊക്കെ അതുകൊണ്ട് പോകുന്നതാണ് സങ്കല്പം. അത് വീടിനാണെങ്കിൽ വീട്ടിലൊക്കെ ചുറ്റും, അതുപോലെ തന്നെ അമ്പലങ്ങൾക്കും ചുറ്റും ഇങ്ങനെ തെള്ളി ഒഴിഞ്ഞ് ഇതിന് ശേഷം വന്ന് കിരീടം ഊരി തീയാട്ട് അവസാനിപ്പിച്ചിട്ട് ഈ കിരീടം ഭക്തജനങ്ങൾക്ക് അവരെ ഒഴിഞ്ഞ് അവർക്ക് തൊട്ട് വന്നിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് അവസാനം തീയാട്ട് അവസാനിപ്പിക്കുന്നത്. സ്വാമി തീയാട്ടം എന്ന് പറയുന്ന കലാരൂപം പഠിച്ച അത് എത്രാം വയസ്സിലാണ് അരങ്ങേറിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഈ തീയാട്ട് വികസിപ്പിക്കണം, അല്ലെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് കൊണ്ടുവരണം എന്നൊക്കെ ഒരു ഞങ്ങളുടെ സംഘടന ഉണ്ടായിരുന്നു. അത് നമ്മുടെ സംഘടന, ആ സംഘടനയ്ക്ക് ഒരു സംഘടനാ രീതിയിൽ 2 സ്കൂളുകൾ വെക്കാൻ പ്ലാൻ ചെയ്തു. അത് ഒന്ന് നമ്മൾ ഇതിൻ്റെ തറവാടായിരുന്നു ഉദ്ദേശിച്ചത്, ഒരു സ്കൂളായിട്ട്. അത് പിന്നെ ഒന്ന് ഹരിപ്പാടുമായിരുന്നു. അപ്പോൾ 2 സെക്ഷനിലുള്ള കുറച്ച് പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് ഇത് കൊണ്ടുവരണം, കുറച്ചുകൂടെ ഭംഗിയാക്കണം എന്നുള്ള ചിന്തയിലേക്ക് ഒന്നാണ്. അപ്പോൾ അതാണ് അവിടെ പഠിച്ച് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 10 പേര് 15 പേര് ഒരുമിച്ചാണ് വളകാവിൽ വെച്ചായിരുന്നു അരങ്ങേറ്റം നടത്തിയത്. അതിൽ എൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, എൻ്റെ കൊച്ചച്ഛനുണ്ടായിരുന്നു, പിന്നെ ഈ പറഞ്ഞ മറ്റുള്ള ആൾക്കാരൊക്കെ എല്ലാവരും കൂടിയാണ് വളകാവിൽ ഒരു ദിവസം വൈകുന്നേരം പരിപാടിയായിട്ട് നടത്തുമായിരുന്നു തീയാട്ടായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സ്കൂള്. അതേ രീതിയിൽ ഹരിപ്പാട്ടും അങ്ങനെ ഒരു സ്കൂൾ നടത്തിയിരുന്നു. അപ്പോൾ ട്യൂട്ടർ വെച്ച് ചെയ്യിക്കുകയായിരുന്നു. ഇവിടെ ഒരു 2 മാസക്കാലമാണ് അതിന് പഠിച്ചോണ്ടായിരുന്നത്. വേനൽക്ക് ആ സ്കൂളിൽ അവധിയുടെ സമയത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. ഭക്തിയും കലയും സമ്മേളിക്കുന്ന അനേകം കലകളാൽ സമ്പന്നമാണ് നമ്മുടെ നാട്. അതിൽ തീയാട്ട് എന്ന കല, അതുപോലെ തന്നെയുള്ള മറ്റ് കലാരൂപങ്ങളും അന്യം നിന്ന് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയധികം സമയം തീയാട്ടെന്ന് പറയുന്ന കലാരൂപത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ഒത്തിരി കടപ്പാടും സ്നേഹവും. എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും വിട്ടുപോയിട്ടില്ലെന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും. ഏതായാലും നമ്മൾ ഒരുമിച്ച് സംസാരിക്കാനും ഇത്തരം കാര്യം ഇടപെടാൻ പറ്റില്ല. വളരെ സന്തോഷം. ഓക്കെ.